ഹായ് ഗായ്സ്, എല്ലാവർക്കും എ ബി ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ വ്യത്യസ്തമായുള്ള വീഡിയോസാണ്. അപ്പോൾ പുതിയൊരു ആങ്കിൾ നമ്മൾ സ്റ്റാൻഡി ബൈ വീഡിയോസാണ് ചെയ്യുന്നത്. ഒക്കെ വിട്ടുകളാ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിൽ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ. ആൻഡ്രോയിഡ് ടി വി ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറിൽ കൂടുതൽ ആപ്സ് ഉണ്ട്. പക്ഷേ അതിലുള്ള ചില ആപ്സ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി കിട്ടില്ല. ഇതിൻ്റെ കാരണം എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലുള്ള ആപ്സ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിലും കയറ്റാൻ പറ്റും. ഒട്ടുമിക്ക ആപ്സ് നമുക്ക് അങ്ങനെ കയറ്റാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ സോഴ്സ് വഴി. സെക്യൂർ ആണ് കേട്ടോ, വേറെ പേടിക്കാനൊന്നും കാര്യങ്ങളൊന്നുമില്ല. സെക്യൂർ ആയിട്ടുള്ള വഴി കൂടെ തന്നെയാണ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോ കൊടുക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തോളം ബെല്ലേക്കും കൂടി ജസ്റ്റ് എനേബിൾ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് ഈ ഒരു ടി വിനെ കുറിച്ച് റിവ്യൂ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ എൻഡ് കാർഡായിട്ടും കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മുടെ ഈ ഒരു ടി വിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ക്രോം ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി APK ഫോം, ഏതൊരു ആപ്പാണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ APK ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് അതിനായിട്ട് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പിന്നെ നെറ്റ് സ്ലോ ആണ്, നെറ്റ് സ്പീഡുകളൊക്കെ പെടപെടാന്ന് വരും. അതിനുശേഷം നമുക്ക് മേളിൽ കാണാൻ പറ്റും സെർച്ച്. ആ ഒരു സെർച്ചിൻ്റെ ഇതിൽ കൊണ്ടുപോയി നമ്മൾ ഫയൽ മാനേജർ എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ F എന്ന് തന്നെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ സംഭവം വന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ആ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കവിടെ ഒരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു പണി കൂടെ ഉണ്ട്. നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പിൻ്റെ APK ഫോം ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ എവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു പെൻഡ്രൈവിലാക്കി നിങ്ങളുടെ ടി വിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി അത് കണക്ട് ചെയ്തതിന് ശേഷം ഉള്ള വിഷ്വൽസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ APK ഫോമൊക്കെ കയറ്റി കഴിഞ്ഞു. ഈ പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയൽ മാനേജറിൽ നിങ്ങൾ ഏതൊരു പെൻഡ്രൈവാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പെൻഡ്രൈവിൻ്റെ ഡ്രൈവേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ USB 1 എന്ന് പറഞ്ഞാണ് എൻ്റെ പെൻഡ്രൈവിൻ്റെ ഡ്രൈവ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവ് ഏതാണെന്ന് വെച്ചാൽ അവിടെ കാണിക്കും. ഞാൻ USB 1 എന്ന് പറഞ്ഞ ഡ്രൈവ് സെലക്ട് ചെയ്തു. APK എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് ഞാൻ എൻ്റെ APK കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും .com ആൻഡ്രോയിഡ് ക്രോം വേർഷൻ 8.4 ആൻഡ്രോയിഡ് APK. അപ്പോൾ ഞാൻ ക്രോം ബ്രൗസറിൻ്റെ APK ആണ് ഞാൻ ഈ ഒരു ടി വിയിൽ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിന് നമ്മുടെ ഫോണിൽ ചെയ്യണ പോലെ ഇപ്പോൾ ഒരു APK ഫോം കിട്ടിയാൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണ പോലെ തന്നെ ഈ ഒരു ടി വിയിലും പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് OK ബട്ടൺ അടിച്ചാൽ എൻ്റർ അടിച്ചാൽ അത് ഇങ്ങനെ സ്റ്റേജിങ് ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആപ്പിൻ്റെ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് അവർ സ്റ്റോർ ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ആൻ അപ്ഡേറ്റ് ടു ദിസ് എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ. ഈ ഒരു സംഭവത്തിൽ പറയുന്നത് വേറെ ഒന്നുമല്ല. ഈ ഒരു ടി വിയിൽ ഓൾറെഡി ഒരു ക്രോം ബ്രൗസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു APK ഫോം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റ ഒന്നും ലോസ് ചെയ്യില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കാം. നിങ്ങൾ താഴെ ക്യാൻസൽ ആൻഡ് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ അടി കാണാൻ പറ്റും. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കാൻ പോകും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അധികം സമയമൊന്നും വേണ്ട. ഈ ഇൻസ്റ്റാളേഷൻ കാര്യത്തിന് നെറ്റൊന്നും വേണ്ട. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നെറ്റ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ എന്ന് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഡണ്ണും ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഓപ്പൺ ചെയ്യാമെങ്കിൽ ഇതിൽ വേറെ പ്രോസസ്സും കാര്യങ്ങളൊന്നും ചെയ്യണം. നമ്മൾ ഫോണിൽ ക്രോം ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പോളിസി കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് കൊടുക്കില്ലേ, ആ ഒരു സംഭവമൊക്കെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ക്രോമിൻ്റെ ഇൻ്റർഫേസ്, അതിൻ്റെ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ പോളിസി ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് കൊടുക്കാം. ഇതിലൊന്നും വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പണായി വന്നു കഴിഞ്ഞു. ഇതിൽ സെർച്ച് ഔട്ടായി വെബ് അഡ്രസ്സ് നമ്മുടെ ഫോണിൽ കാണുന്ന പോലെയുള്ള വിൻഡോ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള വ്യത്യാസമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇത് വെച്ച് ഇപ്പോൾ നിങ്ങൾ ക്രോം ടു റെക്കോർഡ് ഓഡിയോ ഇതിൽ എലോ കൊടുത്താൽ നമ്മുടെ റിമോട്ടിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അതുവഴി നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പക്ഷേ ഞാനത് എലോ കൊടുത്തിട്ട് എനിക്ക് കുറച്ച് എറർ കാര്യങ്ങൾ വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് എലോ കൊടുക്കുന്നില്ല, ഡെന്നിയാണ് കൊടുക്കുന്നത്. ഡെന്നി എന്ന് വെച്ചാൽ നമുക്കിത് വേണ്ട.
എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മൗസ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ മൗസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രോം ബ്രൗസർ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഓക്കെ, എനിക്കിനി നേരം ഇപ്പോൾ മൗസ് വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ പക്ക സ്മൂത്താണ് കേട്ടോ. ടച്ച് ചെയ്യുമ്പോൾ അപ്പം തന്നെ വരുന്നുണ്ട്. ടൈപ്പ് ചെയ്യും കാര്യങ്ങളിലൊക്കെയാണ് കുറച്ച് ഡിഫിക്കൽട്ട് വരുന്നത്. അപ്പോൾ ഒരു കീബോർഡ് ഒക്കെ ആണെങ്കിൽ ഇത് നമ്മൾ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യണ്ടായല്ലോ. ഈ ഒരു ജിമെയിൽ നമുക്ക് പല രീതിയിൽ ജിമെയിലിനൊക്കെ നമ്മളെപ്പോഴും ഒഫീഷ്യൽ മെയിലൊക്കെ നോക്കുമ്പോൾ ലാപ്ടോപ്പൊക്കെ ഓൺ ചെയ്ത് അപ്പോൾ ടി വി ഓണായി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ബിഗ് സ്ക്രീനിൽ നമുക്ക് ഒഫീഷ്യൽ മെയിൽസൊക്കെ ജസ്റ്റ് വായിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ്. അത് കൂടാതെ തന്നെ ഇവിടെ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ കുറേ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ടി വിയിൽ ആപ്പ് ഉള്ളതാണ്. എന്നാലും നമുക്ക് ഈ ക്രോം ബ്രൗസറിൽ ജസ്റ്റ് ഫോർ ഫൺ ഗൈസ്. ഓക്കെ, അതൊക്കെ വിട്ടേക്ക്. അത് കൂടാതെ നമുക്ക് ഇഷ്ടം പോലെ ബ്രൗസിങ് കാര്യങ്ങളൊക്കെ വരും. യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ബിഗ് സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, പിക്ചേഴ്സ് കാണാം. അങ്ങനെ പല രീതിയിലും യൂസ്ഫുൾ ഉണ്ടാകും. പിന്നെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ സിനിമ കാണുന്ന പല ഓപ്ഷൻസും ഉണ്ടല്ലോ, നമ്മുടെ ഫോണിലൊക്കെ കാണാറുണ്ട്. ഡെയിലി മോഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഓൺലൈനായിട്ട് മൂവീസ് കാണാൻ പറ്റും. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ഈ മൂവീസൊക്കെ കാണാം. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊരു ആപ്പും ഇത് കയറ്റുമ്പോൾ അതിൻ്റേതായ ഒരു ഡീമെറിറ്റ്സും മെറിറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും, ഫാസ്റ്റാണ്, റിയലാണ്, നമ്മുടെ ഫോണിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതിലും കാണുന്നത്, ലാൻഡ്സ്കേപ്പായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ വേറെ ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ആപ്പിന് മിക്കപ്പോഴും അപ്ഡേറ്റ് വരും. അപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ ഇത് പണിപ്പാടും. കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു ടി വിയുടെ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. പ്ലേ സ്റ്റോർ വഴിയാണ് നമുക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ആപ്പിൻ്റെ APK വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് അപ്ഡേറ്റ്സ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കില്ല, അതുപോലെ തന്നെ കാണിച്ച് ഇത് അപ്ഡേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിരുന്നു. അല്ലാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലൊക്കെ കിടക്കുമ്പോൾ അപ്ഡേറ്റ് ആവണ പോലെ നമ്മുടെ ഈ ടി വിയിൽ അപ്ഡേറ്റ് ആവില്ല. നമ്മുടെ ടി വിയുടെ പ്ലേ സ്റ്റോറിൽ ഉള്ള ആപ്സാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ അത് അപ്ഡേറ്റ് ആയിക്കോളും നമ്മുടെ പ്ലേ സ്റ്റോർ വഴി. അതിന് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. ഇങ്ങനത്തെ ആപ്സ് കയറ്റുമ്പോൾ അപ്ഡേഷൻ കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അപ്ഡേഷൻ പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു ഇത് വഴി ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ടി വിയിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യേണ്ട, ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്ക്. അപ്പോൾ